കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സമഗ്ര ഭേദഗതി 2023 9ാമത് അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. 63ാമത് സെക്ഷൻ, അതും അതിന്മേൽ വന്ന 5 ഭേദഗതികളും സംബന്ധിച്ച വിശദമായ പ്രതിപാദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അത് എൻ്റെ പ്രേക്ഷകർക്ക് ഏറെ ഹൃദ്യമായി, ഏറെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അവരുടെ സന്തോഷം ഞാനുമായി ഒട്ടനവധി പേർ പങ്കിട്ടിരുന്നു. എല്ലാവരുമായും ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ സന്തോഷം പങ്കിടുകയാണ്. താങ്ക് യു ആൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തൊട്ടടുത്ത സെക്ഷൻ 64, സെക്ഷൻ 64, ഡയറക്ടർ കോപ്പറേറ്റീവ് ആർഡിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സെക്ഷനാണ് സെക്ഷൻ 64 എന്ന് പറയുക. സെക്ഷൻ 64ൽ നമ്മൾ കാണാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, സാധ്യതകൾ എന്താണ്, ഓഡിറ്റിൻ്റെ മേഖലകൾ സംബന്ധിച്ചും, പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ കോപ്പറേറ്റീവ് ആഡിറ്റ്. കോപ്പറേറ്റീവ് ആഡിറ്റ് നമ്മൾ DCA, ഡയറക്ടർ കോപ്പറേറ്റീവ് ആഡിറ്റിൻ്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ എന്താണ് എന്നും അതുപോലെ തന്നെ ആഡിറ്റ് പ്രൊസീജിയർ എന്താണെന്നും വിശദമായ പ്രതിപാദ്യങ്ങളാണ് സെക്ഷൻ 64ലുള്ളത്. അതിന്മേൽ വന്നിരിക്കുന്ന ഭേദഗതികളും എന്താണെന്ന് വിശദമായും ലളിതമായും നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞതുപോലെ 12 സെക്ഷനുകൾ, സബ്സെക്ഷനുകൾ അടങ്ങിയ ഒരു വിപുലമായ, വളരെ സമഗ്രമായ ഒരു സെക്ഷനാണ് ഓഡിറ്റ് സംബന്ധിച്ച സെക്ഷൻ 64ലും. 63 പോലെ തന്നെ അതുപോലെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതോ ആയ ഒരു സെക്ഷനാണ് ഓഡിറ്റിനെ സംബന്ധിച്ച സെക്ഷൻ 64. നിലവിലുള്ള പ്രിൻസിപ്പൽ ആക്ടിൽ 12 സബ്സെക്ഷനുകളാണ് ഈ പ്രിൻസിപ്പൽ ആക്ട് സെക്ഷൻ 64ൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ 7 സമഗ്രമായ ഭേദഗതികൾ, വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട്, ഓഡിറ്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 64ൽ ഇപ്പോഴത്തെ ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് മാത്രം പറഞ്ഞു പോകുന്നത് കൂട്ടുകാർക്ക് ഫോളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പലരും എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെക്ഷൻ 64 ഒരു ബ്രീഫായിട്ട് അതിൻ്റെ നട്ട്ഷെൽ ചർച്ച ചെയ്തുകൊണ്ട് ആ മാറ്റങ്ങൾ വരുന്ന ഘട്ടത്തിൽ അതുകൂടി ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു രീതിയായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷൻ 64ൻ്റെ സബ്സെക്ഷൻ 1, അതിൽ തന്നെയാണ് തുടക്കത്തിലേ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ മാറ്റങ്ങൾ സബ്സെക്ഷൻ 1ന് ശേഷം 3 പുതിയ സബ്സെക്ഷനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വന്നിരിക്കുന്ന ഭേദഗതി. സബ്സെക്ഷൻ 1ന് തുടർച്ചയായി വന്നതുകൊണ്ട് അവയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ 1A, 1B, 1C എന്ന ക്രമത്തിലാണ്. അത് നമുക്ക് വഴിയെ നോക്കാം. ആദ്യം നമുക്ക് സബ്സെക്ഷൻ 1ൻ്റെ ഒരു സംക്ഷിപ്തം എന്താണെന്ന് മനസ്സിലാക്കാം. 1ൽ മറ്റൊന്നുമല്ല പറയുന്നത്, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു വിശദമായ ഒരു പ്രതിപാദ്യമാണ് സബ്സെക്ഷൻ 1ൽ പറയുന്നത്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. സംഘത്തിൻ്റെ ഓവർഡ്യൂ ഡെറ്റ്സ്, കാലാവധി കഴിഞ്ഞ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഏതെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അവ സംബന്ധിച്ചുള്ള പരിശോധന ഉണ്ടാവണം. അതുപോലെ തന്നെ നീക്കിയിരുപ്പ് ബാലൻസ്, ക്യാഷ് ബാലൻസ്, സംഘത്തിൻ്റെ ക്യാഷ് ബാലൻസ് എല്ലാ ഓഡിറ്റർമാരും അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഓഡിറ്റർമാർ നമ്മുടെ സംഘങ്ങളിൽ വന്നാൽ ആദ്യം പരിശോധിക്കപ്പെടുക ക്യാഷ് ബാലൻസ് തന്നെയായിരിക്കും. അത് പരിശോധിക്കണം എന്ന് കൃത്യമായി ഈ 64(1)ൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, സംഘത്തിൻ്റെ സെക്യൂരിറ്റീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച് സംഘത്തിൻ്റെ ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടണം. ഇവയാണ് പരിശോധിക്കപ്പെടുക. അപ്പോൾ 1ാമത്തെ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ചെറിയ ഒരു സംക്ഷിപ്തമാണ്. അതിപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിരിക്കും. ഇതിനെ തുടർന്ന് 3 സബ്സെക്ഷനുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അത് അഡീഷനാണ് 1A, 1B, 1C എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1A എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ സബ്സെക്ഷൻ 1A-യിൽ നമ്മുടെ കോമൺ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പൊതു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കൽ, ഒരു അഡീഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് 1A ആയിട്ട്. അതിനകത്ത് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്. അപ്പോൾ ഒരു കോമൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ രജിസ്ട്രാർ അംഗീകരിച്ച മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കണക്കുകൾ കൈകാര്യം ചെയ്തൊരു സംഘത്തിൻ്റെ കാര്യത്തിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ, സോഫ്റ്റ്വെയറിൻ്റെ, ഹാർഡ്വെയറിൻ്റെ ഇവയുടെ പരിശോധനയും ആഡിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇൻഫർമേഷൻ സിസ്റ്റം ഇവ കൂടി പൊതു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അംഗീകരിച്ച മറ്റ് സോഫ്റ്റ്വെയറുകളോ ഉപയോഗിക്കുന്ന സംഘങ്ങളുടെ കാര്യത്തിൽ ആഡിറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ള അഡീഷനാണ് 1A-യിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ പറയാം, കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും.
അതിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് വായിക്കാം. സബ്സെക്ഷൻ 1A പുതിയതായി ആഡ് ചെയ്ത അഡീഷനാണ്. ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് whose accounts are prepared using a common software or any other software approved by the registrar, the audit includes the audit of information system and the evaluation of softwares as well as hardware. കൃത്യമാണല്ലോ നമ്മൾ സംസാരിച്ചതിൻ്റെ പദാനുപദ ഇംഗ്ലീഷ് തർജ്ജിമ. ഇനി 1Bയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രണ്ടാമത്തെ അഡിഷൻ ഇതിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ കോമൺ സോഫ്റ്റ്വെയറിൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രാർ അംഗീകരിക്കപ്പെട്ട മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെയോ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സൊസൈറ്റിയുടെ കേസിൽ അത്തരം പരിശോധനകൾ ഏതൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് സബ്സെക്ഷൻ 1Aയിൽ പറഞ്ഞുവല്ലോ. അത്തരം പരിശോധന വേളയിൽ എന്തെങ്കിലും കൃത്രിമത്വം മാൽപ്രാക്ടീസ് അവിടെ വെളിപ്പെട്ടാൽ നമ്മൾ ഈ പരിശോധിക്കുന്ന ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റ് ഫേംസ് ഇവർ ഇത്തരം കൃത്രിമങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഓഡിറ്റ് ഡയറക്ടറെയും RCSനെയും അറിയിച്ചിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു ഡയറക്ഷനാണ് സെക്ഷൻ 1Bയിൽ പുതിയതായി ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം. 1Bയുടെ പുതിയ അമെൻഡ് ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാനിവിടെ സാധിക്കുന്നു. ഞാനത് പറയാം. സബ്സെക്ഷൻ 1B. If during the audit of information system and evaluation of software and hardware, any manipulation of records or manipulation in the working of the software or hardware is revealed, the auditor, auditors or audit firms shall inform the manipulation to the Director of Cooperative Audit and the registrar. ക്ലിയർ ആയല്ലോ. ഇനി പുതുതായി വന്നിരിക്കുന്ന മൂന്നാമത്തെ അഡിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സെക്ഷൻ 1C ആണ്. 1Cയിൽ ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് മറ്റൊരു അഡീഷനാണ് കൂട്ടിച്ചേർക്കലാണ് വന്നിരിക്കുന്നത്. ഇത്തരം കൃത്രിമത്വം ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നമ്മുടെ ഈ ഇതിൽ സിസ്റ്റത്തിലോ സോഫ്റ്റ്വെയറിലോ ഹാർഡ്വെയറിലോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ രജിസ്ട്രാർക്ക് നേരിട്ടോ അല്ലെങ്കിൽ സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കാണെങ്കിൽ പരാതി കിട്ടുന്നെങ്കിൽ ഡയറക്ടർ രജിസ്ട്രാറുമായി ആലോചിച്ചോ ഈ സിസ്റ്റത്തിലുള്ള ഇത്തരം കൃത്രിമത്വങ്ങൾ സംബന്ധിച്ച് മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിജിലൻസ് ഓഫീസർക്കോ കൈമാറേണ്ടതാണ് എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് 1Cയിൽ. ഇതിൽ ഈ സമീപകാലത്തായി നമ്മുടെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില മാൽ പ്രാക്ടീസുകൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ മാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നതായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതൊക്കെ കൃത്യമായി തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെക്ഷൻ 1ൽ 64ൽ സബ്സെക്ഷൻ 1A 1B 1C എന്ന തരത്തിൽ 3 സബ്സെക്ഷനുകൾ ആഡ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ കണ്ടന്റ് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലായി. ഈ സബ്സെക്ഷൻ 1Cയുടെ ടെക്സ്റ്റ് ഇവിടെ കാണാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. സബ്സെക്ഷൻ 1C. The registrar himself or the director of cooperative audit in consultation with the RCS shall inform the manipulation in the system to the police or vigilance officer as the case may be for investigation. കൃത്യമായി മനസ്സിലായല്ലോ. ഇനി സെക്ഷൻ 64ൻ്റെ സബ്സെക്ഷൻ 2ൽ യാതൊരു അമെൻമെൻറ്റും ഇപ്പോഴത്തെ സമഗ്ര ഭേദഗതിയിൽ വന്നിട്ടില്ല. എങ്കിലും നമ്മുടെ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് കൃത്യമായി സെക്ഷൻ 64ൻ്റെ സബ്സെക്ഷൻ 2ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സംക്ഷിപ്തമായിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മനസ്സിലാക്കുന്നത് തുടർന്നുള്ള പഠനത്തിന് സഹായകമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ്. സബ്സെക്ഷൻ 2ൽ പറയുന്നത് ഇത്തരം ഓഡിറ്റ് നടത്തുന്നതിനായി സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഓഡിറ്റ് ഡയറക്ടർ അധികാരപ്പെടുത്തിയ മറ്റൊരാൾ അല്ലെങ്കിൽ താഴെ വരുന്ന സബോർഡിനേറ്റ്സ് അവരുടെ അവകാശ അധികാരങ്ങൾ എന്നാണ് ഈ സബ്സെക്ഷൻ 2ൽ പറയുന്നത്. സബ്സെക്ഷൻ 2നെ 3 ക്ലോസുകളായി ABC എന്നീ 3 ക്ലോസുകളായി നമ്മുടെ പ്രിൻസിപ്പൽ ആക്ടിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ സബ്സെക്ഷൻ 2ൻ്റെ ക്ലോസ് Aയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഓഡിറ്റ് ഡയറക്ടറുടെ അധികാരങ്ങൾ സംബന്ധിച്ചാണ് വിശദമായ പ്രതിപാദ്യം ഈ സെക്ഷൻ 64 സബ്സെക്ഷൻ 2ൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ Aയിൽ ഞാൻ ഈ പറഞ്ഞ ക്ലോസ് Aയിൽ സബ്സെക്ഷൻ 2 ക്ലോസ് Aയിൽ പറയുന്നത്
ഈ സൊസൈറ്റിയുടെ വകയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ വകയായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ബുക്സ് ഓഫ് റെക്കോർഡ്സും അല്ലെങ്കിൽ കണക്കുകൾ, അതിൻ്റെ അക്കൗണ്ട്സ്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ പ്രമാണങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഏത് പേപ്പേഴ്സും മറ്റ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സും മറ്റ് പ്രധാനപ്പെട്ട സുപ്രധാനമായ രേഖകളും അല്ലെങ്കിൽ സെക്യൂരിറ്റികളും ക്യാഷ് ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ നീക്കിയിരിപ്പ് തുക സംബന്ധിച്ചിട്ടുള്ള വസ്തുതകളും അറ്റ് എനി ടൈം എന്നാണ് പറയുക, ഏത് സമയത്തും പരിശോധിക്കാൻ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിന് അധികാരമുണ്ടായിരിക്കും എന്നുള്ള അധികാരത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശമാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 അതിൻ്റെ ക്ലോസ് എയിൽ പറയുന്നത്. അതിൽ യാതൊരു മാറ്റവും സബ്സെക്ഷൻ ബിയിൽ പറയുന്ന ഇതുപോലെ തന്നെ അധികാരം സംബന്ധിച്ച് ഓഡിറ്റ് ഡയറക്ടറുടെ അധികാരം സംബന്ധിച്ചുള്ള മറ്റൊരു പരാമർശമാണ് സബ്സെക്ഷൻ ബിയിൽ പറയുന്നത്, അതിൻ്റെ ക്ലോസ് ബിയിൽ പറയുന്നത്. അതിലും മാറ്റങ്ങളൊന്നും തന്നെയില്ല. എന്നാലും അതിൻ്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ. സംഘത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡുകൾ അല്ലെങ്കിൽ കണക്കുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സുകൾ അല്ലെങ്കിൽ മറ്റു പേപ്പേഴ്സ് അല്ലെങ്കിൽ മറ്റ് മറ്റ് രേഖകൾ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ബാലൻസ്, മറ്റെന്തെങ്കിലും വസ്തുവകകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകുമല്ലോ സംഘത്തിൽ. അവരെ ഏത് ഘട്ടത്തിലും ഓഡിറ്റ് ഡയറക്ടറുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ മറ്റു ബ്രാഞ്ച് ഓഫീസേഴ്സിലേക്കോ സംഘത്തിൻ്റെ പ്രവർത്തനമില്ലാത്ത ഓഡിറ്റ് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കോ സമൺ ചെയ്യാൻ അല്ലെങ്കിൽ വിളിച്ചു വരുത്താൻ ഉള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു നിയമമാണ് സബ്സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്നത്. അതിലും യാതൊരു മാറ്റവുമില്ല, അധികാരങ്ങൾ അപ്പടി തുടരും. ഇനി ക്ലോസ് സിയിൽ ഒരു പരാമർശം, അത് വളരെ പ്രധാനപ്പെട്ടതല്ല. കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന മറ്റ് അധികാരങ്ങളും ഈ ഓഡിറ്റ് ഡയറക്ടർക്കുണ്ടാകും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതില്ല. ഇനി നമ്മൾ സബ്സെക്ഷൻ 3 സെക്ഷൻ 64 സബ്സെക്ഷൻ 3യെ സംബന്ധിച്ച ഒരു സംക്ഷിപ്തമായ കാര്യമാണ് പരിശോധിക്കുന്നത്. ഈ സബ്സെക്ഷൻ 3യിലും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എങ്കിലും ഈ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സമഗ്ര അധികാരം സംബന്ധിച്ച ചില വിവരങ്ങൾ ഈ സബ്സെക്ഷൻ 3യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആ അധികാരത്തിൻ്റെ ആ ഒരു തോത് എത്രയാണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒരു സംഘത്തിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കൈവശം സംബന്ധിച്ച് സംഘത്തിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ, നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് നിലവിലുള്ള ജീവനക്കാരൻ മാത്രമല്ല, മുൻ ജീവനക്കാരൻ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സംഘത്തിലെ ഒരംഗം, മുന്നംഗം, അവിടെയാണ് അവരുടെ പവർ. ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പവർ അതാണ്. മുന്നംഗം സംഘത്തിൻ്റെ ഇടപാടുകളും പ്രവർത്തനവും സംബന്ധിച്ച് വിശദമായ ഈ ബോധ്യമുള്ള ഇത്തരം ആൾക്കാരെ നമ്മൾ 63 സബ്സെക്ഷൻ 3 പ്രകാരം അപ്പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ടർ അപ്പോയിൻ്റ് ചെയ്യുന്ന ഓഡിറ്റർമാർക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരവും നൽകാൻ ഇവർക്ക് ബാധ്യതയുണ്ടായിരിക്കും, ഇവർ ബാധ്യസ്ഥരായിരിക്കും എന്ന കൃത്യമായ പരാമർശമാണ് സബ്സെക്ഷൻ 3യിൽ പറയുന്നത്. ഈ സമഗ്ര അധികാരത്തിലും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇനി സെക്ഷൻ 64ൻ്റെ സബ്സെക്ഷൻ 4ൽ 2 മാറ്റങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. 2 മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ സമഗ്ര ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സബ്സെക്ഷൻ 4 നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആ ഭേദഗതികൾ ഉൾപ്പെടെ ഓഡിറ്റ് പ്രൊസീജിയർ സംബന്ധിച്ച് ആണ് ഈ സബ്സെക്ഷൻ 4ലുള്ള പരാമർശം. സബ്സെക്ഷൻ 4ൽ തന്നെ 2 ക്ലോസുകൾ, ക്ലോസ് 4A എന്നും ക്ലോസ് 4B എന്നും 2 ക്ലോസുകൾ പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ട്. ഈ 2 ക്ലോസുകളിലും അതിൻ്റെ ടൈം ലിമിറ്റ് സംബന്ധിച്ച ഒരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് സബ്സെക്ഷൻ 4 എന്താണെന്ന് പരിശോധിക്കാം. അതിൻ്റെ ക്ലോസുകൾ രണ്ടാമതായി പറയാം. സബ്സെക്ഷൻ 4ൽ പറയുന്നത് ഈ ഒരു ഓഡിറ്റർ ഒരു സംഘത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ചും അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ്സ് സംബന്ധിച്ചും ആവശ്യപ്പെടുന്ന കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ തയ്യാറാക്കി ഓഡിറ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് നേരത്തെ തന്നെ ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 1 മാസത്തിനുള്ളിൽ, അത് പ്രത്യേക നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ഒരു ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനുള്ളിൽ ഈ പറയുന്ന റിപ്പോർട്ടുകൾ അക്കൗണ്ട്സുകൾ തയ്യാറാക്കി ഓഡിറ്റർക്ക് നൽകേണ്ടതും. അപ്പോൾ അത് ഓഡിറ്റർ പരിശോധിച്ച് ഇത് നൽകേണ്ടുന്ന ചുമതല ആർക്ക് എന്നുള്ളതാണ് ഇവിടെ പറയുക. അത് സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്നെയായിരിക്കും, മുഖ്യ കാര്യദർശി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം.
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ഇതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത്. അദ്ദേഹം ഈ കണക്കുകൾ മാനേജിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതും മാനേജിംഗ് കമ്മിറ്റി അത് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റർക്കോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ സമർപ്പിക്കേണ്ടതുമാണ് എന്നാണ് സബ്സെക്ഷൻ 4 പറയുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇപ്പോഴില്ല. ഈ അധികാരം ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് ഇപ്പോഴും നിലവിലുണ്ട്. ഇനി മാറ്റം വന്നിരിക്കുന്നത് അതിൻ്റെ ക്ലോസുകളായ 4A 4Bയിലുമാണ്. 4A നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 4A ഒരു 2 ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു ടൈം ലിമിറ്റും മറ്റൊന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ചെറിയ മാറ്റവുമാണ്. അത് നമുക്ക് പരിശോധിക്കാം. സെക്ഷൻ 4A പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം സംബന്ധിച്ചാണ്. ഒരു സംഘത്തിനെ സംബന്ധിച്ച് ആ സംഘത്തിൻ്റെ കണക്കുകളുടെ ആക്യുറസി, കൃത്യത നിലനിർത്തേണ്ടതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മാനേജിംഗ് കമ്മിറ്റിക്കായിരിക്കും എന്ന് കൃത്യമായ പരാമർശം ഈ സബ്സെക്ഷൻ 4A പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനേജിംഗ് കമ്മിറ്റി ഈ കണക്കുകൾ ലഭ്യമായി കഴിഞ്ഞാൽ ഓഡിറ്റിന് ലഭ്യമായതിനു ശേഷം 1 മാസത്തിനുള്ളിൽ കണക്കുകൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റർക്ക് സമർപ്പിച്ചിരിക്കേണ്ടതാണ് എന്നാണ് പ്രിൻസിപ്പൽ ആക്ടിൽ നേരത്തെയുള്ള പരാമർശം. ഇവിടെയാണ് ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. വിത്തിൻ 1 മന്ത് എന്നുള്ളത് മാറ്റി വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇത്തരം രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ, ഓഫീസിൽ നിന്ന് ലഭ്യമായി കഴിഞ്ഞാൽ അവ ഓഡിറ്റർക്ക് പിന്നൊരു മാസം കഴിയേണ്ട കാര്യമില്ല, 15 ദിവസത്തിനകം തന്നെ നൽകേണ്ടതാണ്, ഓഡിറ്റിന് വേണ്ടി പരിശോധനയ്ക്കായി നൽകേണ്ടതാണ് എന്നുള്ളൊരു ഭേദഗതിയാണ് ഇവിടെ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ലാപ്സ്, വീഴ്ച വരുത്തിയാൽ, മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനായി കരുതും. വളരെ പ്രധാനമല്ലേ? അപ്പോൾ ഓഡിറ്റിന് വേണ്ടി രേഖകൾ 15 ദിവസത്തിനകം ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ഈ പ്രവൃത്തി നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാകും എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും അവരെ റിമൂവ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കാനും സാധിക്കും എന്നാണ് സുപ്രധാനമായ ഈ ഒരു സെക്ഷനിൽ നേരത്തെ പറയുന്നത്. ആകെ വന്ന മാറ്റം ആ ടൈം ലിമിറ്റ് 1 മാസം എന്നുള്ളത് 15 ദിവസമായി കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്നൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് സുവമോട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ സ്വന്തം നിലയിലോ അല്ലെങ്കിൽ ഓഡിറ്റ് ഡയറക്ടറുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഓഡിറ്റ് ഡയറക്ടർ ഒരു കീഴ് ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് പ്രകാരമോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കാം. എങ്ങനെയാണ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 6 months നമ്മൾ നേരത്തെ പറഞ്ഞു. 6 മാസത്തിൽ അധികരിക്കാത്ത രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനോ നിയമിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആണെങ്കിൽ 3 അംഗങ്ങൾ അധികരിക്കാൻ പാടില്ല. അതിലൊരാളെ കൺവീനറാക്കാം. ഇതൊക്കെ നമ്മൾ പല ഘട്ടത്തിലും ചർച്ച ചെയ്താലൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ വന്നൊരു മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ഹു നീഡ് നോട്ട് ബി ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, സംഘത്തിൻ്റെ അംഗങ്ങളായിരിക്കണമെന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ 2-3 സെക്ഷനിൽ മാറ്റിയതുപോലെ അതിന് തുടർച്ചയായിട്ടുള്ള മാറ്റം ഇവിടെയും വന്നിട്ടുണ്ട്. ഹു നീഡ് നോട്ട് ബി എന്നുള്ളത് കട്ട് ചെയ്തു മാറ്റി. അവിടെ ഹു ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 അംഗങ്ങളായിരിക്കണം, 3 പേരായിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള മാറ്റമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലൊന്നും യാതൊരു മാറ്റവുമില്ല. ബാക്കി അധികാര അവകാശങ്ങൾ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിന് അതേപടി തുടരും. കുറച്ചുകൂടി അധികാരം കിട്ടുകയാണ് ഇപ്പോൾ ഈ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിത് വായിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വവും അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ കാരണമാകാവുന്നതുമായ ഒരു ലാപ്സ് അല്ലെങ്കിൽ ഒരു ഭാഗമായതുകൊണ്ടാണ് സഹകാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നതിനാണ് ഞാൻ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇവിടെ വായിക്കുന്നത്. സബ്സെക്ഷൻ 4A, സെക്ഷൻ 64 ആണ് അതിൻ്റെ സബ്സെക്ഷൻ 4A. ഇറ്റ് ഷാൽ ബി ദി ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എവറി സൊസൈറ്റി, അല്ലേ, to ensure the accuracy of the financial and other statutory statements. ഞാൻ ആദ്യം പറഞ്ഞത് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ടു എൻഷുർ ദ ആക്യുറസി, അതിന് കൃത്യത ഉറപ്പുവരുത്തേണ്ടത് MC ആയിരിക്കണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ 1 month എന്നുള്ളത് നമ്മൾ മാറ്റി. പിന്നെന്താക്കി? വിത്തിൻ 15 days, അതാണ് അമെൻമെൻറ്റ് ആദ്യത്തത്.
15 days എന്നാക്കി നിങ്ങൾക്കിവിടെ കാണാം. ഞാനത് കട്ട് ചെയ്തിട്ട് പ്രത്യേകമായി ചേർത്തിട്ടുണ്ട്. ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഓഡിറ്റർക്ക് സമർപ്പിച്ചിരിക്കണം. Lapse on the part of the managing committee in this regard will be considered as a disqualification to hold the office, and they shall cease to be member of the committee as may be prescribed. തന്നല്ലോ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റി അംഗത്വം അവർക്ക് പോയി കിട്ടാനുള്ള നടപടിയിലേക്ക് ഈ ലാപ്സ്, ഈ കൃത്യവിലോപം അവരെ കൊണ്ടെത്തിക്കും എന്നാണ് കൃത്യമായി 4A പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇൻ സച്ച് കേസ്, അങ്ങനെ വന്നാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു തനി ആവർത്തനമാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇൻ ദിസ് കേസ്, ടു അവോയ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ദ രജിസ്ട്രാർ മേ സ്വമോട്ടോ, സ്വന്തം നിലയിലോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫ്രം ദ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റർ or any person authorized in this behalf appoint an administrator or an administrative committee consisting of not more than 3 persons. അതിലൊന്നും മാറ്റമില്ല, മാറ്റം ഇനിയാണ്. ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്ന 3 അംഗങ്ങൾ ഹൂ നീഡ് നോട്ട് ബി ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളത് മാറ്റി ഹൂ നീഡ് നോട്ട് ബി കട്ട് ചെയ്ത് മാറ്റി. അവിടെ നമ്മൾ ചേർത്ത വാക്കുകൾ പേഴ്സൺ ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിൻ്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചയിക്കുന്ന 3 പേരായിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വരേണ്ടത് എന്നാണ് പുതിയ ഭേദഗതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. വൺ എമംഗ് ദ കൺവീനർ, അതിലൊന്നും മാറ്റമില്ല. 3-1 കൺവീനർ ആയിരിക്കും. ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 6 months, അതിലും മാറ്റമില്ല. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ഓർഡർ. അപ്പോൾ ഈ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഇതിൻ്റെ അധികാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് മാന്യ സഹകാരികൾക്ക് കൃത്യമായി മനസ്സിലാകും. ഭേദഗതികൾ 2 അവയും മനസ്സിലാക്കി കാണും എന്ന് ധരിക്കുക. ഇനി 4A വന്ന 2 മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. 4B ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടൈം ലിമിറ്റിൻ്റെ ഭേദഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട അതായതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാതെ പോകുന്നത് ഉചിതമല്ല. 4B നമ്മൾ പറയുന്ന നേരത്തെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് ഡയറക്ടർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ ഓഡിറ്റ് മെമ്മോറാണ്ടവും ബന്ധപ്പെട്ട സംഘത്തിന് നൽകിയിരിക്കണം എന്നാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ, മൂല ആക്റ്റിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ ടൈം ലിമിറ്റ് 3 months എന്നത് മാറ്റി 45 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് മെമ്മോറാണ്ടവും നൽകണം എന്ന ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രധാനമാണ്. 90 days എന്നുള്ളത് ജസ്റ്റ് ഹാഫായിട്ട് 45 days ആയിട്ട് കുറച്ചിരിക്കുന്നു ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാലപരിധി. ഇനി ആ ടെക്സ്റ്റ് വായിച്ചാൽ കൂട്ടുകാർ കൃത്യമായി മനസ്സിലാവും. അത് നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ വായിക്കാം. 4B വിതിൻ 3 months എന്നുള്ളത് മാറ്റി അവിടെ ഞാൻ കട്ട് ചെയ്ത് 45 days എന്ന് എഴുതാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വായിക്കാം. ഇനി വിതിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് the Director of Cooperative Audit shall issue an audit certificate to the concerned society with a copy of audit memorandum as may be prescribed. അത് ഇനി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി സബ്സെക്ഷൻ 5 വളരെ പ്രധാനപ്പെട്ട ടൈം ലിമിറ്റിലും അതോട് അനുബന്ധിച്ച ഒരു മാറ്റവുമാണ്, ഭേദഗതിയുമാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓഡിറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസോ എന്ന് മാത്രമേ പരാമർശം ഉണ്ടായിരുന്നുള്ളൂ. ടീം ഓഡിറ്റ് അന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു പരാമർശം അന്നില്ലായിരുന്നു. അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വായിക്കുന്നതായിരിക്കും നല്ലത്. ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 പ്രകാരമാണല്ലോ ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഷാൽ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിതിൻ 4 months എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ടുകൾ കിട്ടിയാൽ അത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നേരത്തെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 90 ദിവസമായി കുറച്ചിരിക്കുന്നു. 4 മാസം എന്നുള്ളത് 3 മാസം. 90 days എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ ദ പേഴ്സൺ ആതറൈസ്ഡ് ബൈ ഹിം ഓൺ ഹിസ് ബിഹാഫ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സബ്സെക്ഷൻ 5 2 മാറ്റമാണ്. ടീം ഓഡിറ്റ് കൂടി ചേർത്തു. അതുപോലെ തന്നെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാലാവധി 90 ദിവസം ആയിട്ട് കുറച്ചു. 4 മാസമായിരുന്നു, 4 months ആയിരുന്നു. അത് മാറ്റി 90 days ആക്കി മാറ്റി. ഈ 2 മാറ്റങ്ങൾ ഉൾപ്പെടെ നമുക്ക് ആ ടെക്സ്റ്റ് ഇനിയൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് കൂടെ കാണാൻ കഴിയും. അതിൽ മാറ്റം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് മാറ്റത്തോട് കൂടി അതൊന്ന് വായിക്കുന്നതായിരിക്കും നല്ലത്.
ദ ഓഡിറ്റർ മാറ്റം മുകളിൽ ചേർത്തിട്ടുണ്ട് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൽ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിതിൻ 90 days. ഇനി അങ്ങനെ വായിക്കുക. From the date of receipt of the statement and submit audit report to the Director of Cooperative Audit or to the person authorized by him in his behalf. കൃത്യമാണല്ലോ, മനസ്സിലായല്ലോ. ഇനി ഈ സബ്സെക്ഷൻ 5 തുടർച്ചയായിട്ട് 5A സബ്സെക്ഷൻ 5A എന്നുള്ളൊരു പുതിയ ഇൻസെർഷൻ കൂടി ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. അത് പുതിയതാണ്, അമെൻമെൻറ്റ് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ നേരത്തെ പല സംഘങ്ങളിലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്ന മാനേജിംഗ് കമ്മിറ്റിയുമായിട്ടൊക്കെ, ഭരണസമിതിയുമായിട്ടൊക്കെ, ഓഡിറ്ററുമായിട്ടൊക്കെ ചില ഒരു സ്വരച്ചേർച്ചയില്ലാതെ വരുന്ന ചില സംഗതികളാണ് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആണ് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റ് പൂർത്തിയാക്കി ഓഡിറ്റ് ഡയറക്ടർക്ക് ഓഡിറ്റർമാർ റിപ്പോർട്ട് കൊടുക്കുക, അതൊരു നടപടിക്രമം. അതിനു മുമ്പായിട്ട് ഈ ഓഡിറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിറ്റർമാരുണ്ടാവും, അല്ലെങ്കിൽ ടീം ഓഡിറ്റാണല്ലോ, ആ ടീം ഓഡിറ്റ് അവർ ഈ ഓഡിറ്റിൽ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് എന്ന് പറയും, ഫൈൻഡിങ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയും, സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട്, ഭരണസമിതിയുമായിട്ട് അവരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അവരുമായി ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇന്ന കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പരാമർശങ്ങൾ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് എന്നവരെ ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെ രേഖാമൂലമുള്ള മറുപടിയും വാങ്ങിയിരിക്കണം. ഇത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥാപനങ്ങളും നടക്കാത്തത് കൊണ്ടാണ് കൃത്യമായി ഒരു നിർദ്ദേശമായിട്ട് 5Aയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രധാനമാണ്, ഓഡിറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനമല്ലേ. ഇനി ഈ 5Aയുടെ പുതുതായിട്ട് വന്ന ഇൻസെർഷൻ്റെ ഒരു ടെക്സ്റ്റ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. ഇനി അത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകില്ല. ഓൺ 5A സബ്സെക്ഷൻ 5A പുതിയ ഇൻസെർഷൻ, ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ഇത് ചെയ്യാൻ, പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പോർട്ട് ടു ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ദ ഓഡിറ്റർ ഓർ ഓഡിറ്റ് ടീം ഓർ ഓഡിറ്റിംഗ് ഫേം ആസ് ദ കേസ് മേ ബി ഷാൽ ഡിസ്കസ് ദ audit findings with the managing committee of the society concerned and get their reply in writing. ക്ലിയർ? ഇനി സബ്സെക്ഷൻ 6 അതിൽ ഭേദഗതി ഒന്നും തന്നെ, മാറ്റം, അമെൻമെൻറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. സബ്സെക്ഷൻ 6 ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള ഓഡിറ്റ് ഡയറക്ടറുടെ അധികാരം സംബന്ധിച്ചാണ്. ഓരോ വർഷവും സംഘത്തിൻ്റെ ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് സംബന്ധിച്ച നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി തീരുമാനമെടുക്കാനുള്ള അധികാരം ഓഡിറ്റ് ഡയറക്ടർക്കുണ്ടാവും എന്നാണ് സബ്സെക്ഷൻ 6 പറയുന്നത്. അതിൽ ഭേദഗതിയിൽ ഇനി സബ്സെക്ഷൻ 7 ഒരു നിബന്ധന സംബന്ധിച്ചാണ്. അത് ഓഡിറ്റ് ഫീസ് റെമിറ്റൻസുമായി ബന്ധപ്പെട്ടാണ്, വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെ അറിയിപ്പ് ലഭിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ, 30 ഡേയ്സാണ് ആ ടൈം ലിമിറ്റായിട്ട് പറയുന്നത്, 30 ഡേയ്സിനുള്ളിൽ ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ കോസ്റ്റ് അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ അപൂർവം ചില കേസിൽ അടയ്ക്കാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടയ്ക്കാത്ത കേസുകളിൽ സെക്ഷൻ 79 അതിൽ പറയുന്ന അത് പ്രകാരം, ആ വകുപ്പ് പ്രകാരം ഓഡിറ്റ് കോസ്റ്റ് ഈടാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. 79 അറിയാം, എമൗണ്ട് ഡ്യൂ ടു ഗവൺമെൻറ്, റിക്കവറി ഓഫ് എമൗണ്ട് ഡ്യൂ ടു ഗവൺമെൻറ് എന്നാണ് സെക്ഷൻ 79, അതാണ് അതിനകത്ത് പറയുന്നത്. ആ സെക്ഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടയ്ക്കാത്ത തുക ഈടാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നാണ് ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നത്. അല്ലെങ്കിൽ ഇൻ കേസ് അങ്ങനെ പറ്റിയില്ലെങ്കിൽ സംഘത്തിൻ്റെ ധനസഹായ ബാങ്ക് ഉണ്ടാവും, ഫിനാൻസിങ് ബാങ്ക്. അതിലുള്ള ഈ സംഘത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ രജിസ്ട്രാറുടെ അല്ലെങ്കിൽ ഓഡിറ്റ് ഡയറക്ടറുടെ അപേക്ഷ പരിഗണിച്ചിട്ട് അല്ലെങ്കിൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുക ഈടാക്കാനുള്ള അധികാരം ഓഡിറ്റ് ഡയറക്ടർക്ക് ഉണ്ടാവും എന്നാണ് സബ്സെക്ഷൻ 7 പറയുന്ന ഒരു വലിയ അധികാരം തന്നെയാണ്. തുക അടയ്ക്കാൻ നിർദ്ദേശിക്കുന്നതും അടച്ചില്ലെങ്കിൽ സെക്ഷൻ 79 അപ്ലൈ ചെയ്തിട്ട് അത് ഈടാക്കാനുമുള്ള അധികാരം. സബ്സെക്ഷൻ 8 വളരെ മൈനറായിട്ടുള്ള ഒരു നിയമമാണ്. അതിനകത്ത് ഭേദഗതിയൊന്നുമില്ല. അതിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് നടപടിക്രമം പാലിച്ച് അടയ്ക്കേണ്ടതാണ് സംഘങ്ങൾ എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല, അത് വളരെ പ്രധാനമല്ല. അതിൻ്റെ ഡിസ്കഷൻ കൂടുതൽ സെക്ഷൻ 9 ഒരു സബ്സ്റ്റിറ്റ്യൂഷനും അതിനോടൊപ്പം ഒരു അഡീഷനും ചേർത്തുള്ള ഒരു വിപുലമായ ഒരു അമെൻമെൻറ്റാണ് സബ്സെക്ഷൻ 9 കൊണ്ടുവന്നിരിക്കുന്നത്.
സബ്സെക്ഷൻ 9 പ്രിൻസിപ്പൽ ആക്ടിൻ്റെ 9ാമത് ഉപവകുപ്പ് എന്താണ്? സബ്സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായ ഒരു ചെറിയ കാര്യമാണ് ആയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 63 പ്രകാരം നമ്മൾ ഒരു ഓഡിറ്റ് ഒരു സംഘത്തിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറേ ന്യൂനതകൾ, അതിനെ നമ്മൾ ഡിഫെക്ട്സ് എന്ന് പറയും, ആഡിറ്റ് ഡിഫെക്ട്സ് എന്ന് പറയും. അങ്ങനെ ഡിഫെക്ട്സുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഓഡിറ്റർ കൊണ്ടുവരണമെന്നും ആ ഡിഫെക്റ്റ് സംഘത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ആ സംഘം മറ്റേതെങ്കിലും സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കും ഈ ഡിഫെക്റ്റുകൾ എത്തിക്കണം എന്ന് കൃത്യമായി സബ്സെക്ഷൻ 9 പറയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു സമ്പൂർണ്ണമായ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് പുതുതായി വന്ന കൂട്ടിച്ചേർക്കലിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുകയാണ്, സമഗ്രമായി പരിഷ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു 9 എന്ന് പറയുന്ന ഉപവകുപ്പിനെ. ഒരു സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഓഡിറ്റ് നടന്ന സമയത്ത് ഓഡിറ്റർക്ക് ബോധ്യപ്പെട്ടാൽ അതൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി അത് ചൂണ്ടിക്കാണിക്കണം. ആ ഡിഫെക്ട്സും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആ സംഘത്തിൻ്റെ കമ്മിറ്റികൾ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ വർഷവും ചേരുന്ന ജനറൽ ബോഡി മീറ്റിംഗ് മുമ്പാകെ ഈ ഡിഫക്റ്റിന്മേൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിൽ ആ നടപടികൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് എന്നുകൂടി ഈ വകുപ്പിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിരിക്കുന്നു. നമുക്കറിയാം, ഈ ഡിഫക്റ്റുകൾ മാനേജിംഗ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ പല സംഘങ്ങളുടെ ഭരണസമിതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലും പല സംഘങ്ങളും പൊതുയോഗത്തിൽ ഓഡിറ്റ് ഡിഫക്റ്റുകൾ സംബന്ധിച്ചുള്ള പരാമർശം വയ്ക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഇപ്പോൾ അതിന്മേൽ കൂടുതൽ നിർദ്ദേശങ്ങളാണ് ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഈ പോരായ്മകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ പരിഹരിക്കുന്നത് വരെ, അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, പരിഹരിക്കുന്നത് വരെ കമ്മിറ്റികൾ നടപടികൾ എടുക്കുന്നത് തുടരണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ പോരായ്മകളും ക്രമക്കേടുകളും പരിഹരിക്കുന്നത് വരെ എല്ലാ വർഷവും അത് പൊതുയോഗത്തിൻ്റെ മീറ്റിങ്ങിൽ ധരിപ്പിക്കണം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. പണ്ടങ്ങനെയല്ലല്ലോ. പണ്ട് ഒരു ഡിഫക്റ്റ് ഒരു പൊതുയോഗത്തിൽ വച്ച് ചർച്ച ചെയ്ത് പോയാൽ അടുത്ത വർഷം അടുത്ത ഡിഫക്റ്റ് ഇതങ്ങ് പോയി, ഇത് വാനിഷ്. ആ ഡിഫക്റ്റുകൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് പല സംഘങ്ങളും പിന്നീട് അത് റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് റിവ്യൂ ആണ് ഈ ഒരു ഭേദഗതിയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. വളരെ വലിയ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന നല്ല ഒരു ഭേദഗതിയല്ലേ. അതിനകത്ത് പറയുന്നത് മീറ്റിംഗ് ധരിപ്പിക്കണം. അതുപോലെ പൊതുയോഗ മീറ്റിംഗ് നടന്ന തീയതി മുതൽ 15 ദിവസത്തിനകം സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കും രജിസ്ട്രാർക്കും ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, എടുത്ത നടപടിയുടെ റിപ്പോർട്ടിന്, അതിന് നമ്മൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയും, ആ റിപ്പോർട്ട് കമ്മിറ്റി അയച്ചു കൊടുക്കേണ്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്സെക്ഷൻ 9 പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന സബ്സെക്ഷൻ. ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒന്ന് വായിക്കേണ്ടതുണ്ട്. അതാണ് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നന്നായിരിക്കുക. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയും. സബ്സെക്ഷൻ 9 അതൊരു പുതിയ സബ്സ്റ്റിറ്റ്യൂഷനാണ്, അമെൻമെൻ്റാണ്. If the result of the audit held under this section discloses any defect in the working of the society, the committee shall take steps to rectify the defects and irregularities pointed out in the audit report, if any. അതാണ് ഫസ്റ്റ് പോർഷൻ. And place the audit report along with the action taken report. അത് ന്യൂനതാ പരിഹരണ റിപ്പോർട്ട് സഹിതം ജനറൽ ബോഡി മീറ്റിംഗ് to be held every year and explain therein the said defects or the irregularities. അതാണ് അടുത്ത പോർഷനിൽ പറയുന്നത്. ഇനി കുറച്ചുകൂടെ കൃത്യമായി നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കാണാൻ കഴിയും. The committee shall continue to take steps. അതാണ് അതിപ്രധാനം. അവിടെ കൊണ്ട് തീരുന്നില്ല. കണ്ടിന്യൂസ് റിവ്യൂ. Continue to take steps for rectification of all the defects and the irregularities in the audit report and apprise the general body meeting every year till all the defects and irregularities are rectified. അവിടെയാണ് ഈ ഒരു അമെൻമെൻറ്റിൻ്റെ കാതൽ. കണ്ടിന്യൂസ് റിവ്യൂ ആണ്. The committee shall send a report on action taken to the Director of Cooperative Audit and to the registrar within 15 days. അതാണ്
അതിൻ്റെ ടൈം ലിമിറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. അങ്ങനെ വളരെ വ്യക്തവും വളരെ വലുതുമായ ഒരു ഭേദഗതി ആണ് സബ്സെക്ഷൻ 9 കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കും എന്ന് ഞാൻ കരുതുകയുമാണ്. ഈ സബ്സെക്ഷൻ 9 ഒരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട്. 9A ആയിട്ടാണ് അഡീഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സംക്ഷിപ്തം ഇത്രയാണ്: ഏതെങ്കിലും ഒരാൾ സംഘത്തിന്, ഒരു സൊസൈറ്റിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം തുടർന്നുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ബോധപൂർവം രേഖകളോ റെക്കോർഡുകളോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ അത് തിരുത്താനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആഡിറ്റ് ഡയറക്ടർക്കോ അദ്ദേഹം ആഡിറ്റിന് വേണ്ടി ചുമതലപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനോ ബോധ്യപ്പെടുന്ന പക്ഷം, അങ്ങനെ അഭിപ്രായമുള്ള പക്ഷം, ഈ കാര്യം തൻ്റെ കൺട്രോളിംഗ് ഓഫീസർക്ക്, രജിസ്ട്രാർക്കോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളുമായി കൂടിയാലോചിച്ചുകൊണ്ട് പോലീസിനോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർക്കോ പരാതി ഫയൽ ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സുപ്രധാനമല്ലേ? അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അഡീഷനാണ് 9A ചുവടെ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം നമുക്കൊന്ന് കാണാം. ഞാനത് വായിക്കാം. പുതിയ അഡീഷനാണ്. If the Director of Cooperative Audit or the person authorized by him to carry out the audit of a society is of the opinion that any person had attempted to destroy or to tamper with the record or documents so as to evade legal action on the mischief conducted in the society, he shall report the matter to his controlling officer for filing a complaint to the police or the vigilance officer in consultation with the registrar or person authorized by him as the case may be. ഇപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിൻ്റെ ഒരു പദാനുപദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സെക്ഷൻ 64 വന്ന പ്രധാനപ്പെട്ട ഭേദഗതികളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കാര്യമായ ഭേദഗതികൾ ഈ സെക്ഷൻ 64 വരുത്തിയിട്ടില്ല. എങ്കിലും ഇതിൻ്റെ അവശേഷിക്കുന്ന നിലവിലുള്ള സെക്ഷൻസ്, അതിൻ്റെ സമ്മറി വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറയാം അറിവിലേക്കായി. ഇനി സബ്സെക്ഷൻ 10 അതിൽ പറയുന്നത് ഇത്ര മാത്രം: 63 സെക്ഷൻ പ്രകാരമാണല്ലോ ഒരു ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് അതിൻ്റെ ഓഡിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന അവസരത്തിൽ എന്തെങ്കിലും ഗുരുതരമായ ഓഡിറ്റ് ഡിഫെക്ട്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ടാക്കി ഉടൻ തന്നെ ഫർദർ ആക്ഷന് വേണ്ടിയിട്ട് RCSനെ, രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശം സബ്സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നു. അതിൽ യാതൊരു ഭേദഗതിയും വരുത്തിയിട്ടില്ല. അത് അതേപോലെ തുടരും. ഇനി സബ്സെക്ഷൻ 11 ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഡിഫക്റ്റുകൾ RCSനെ അറിയിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിഫക്റ്റുകൾ നിശ്ചിത കാലാവധിക്കുള്ളിൽ അത് റെക്ടിഫൈ ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ബന്ധപ്പെട്ട സംഘത്തിന് നൽകേണ്ടതും ആ വിവരം RCSനെ അറിയിക്കേണ്ടതുമാണ് എന്നാണ് സെക്ഷൻ 11 പറയുന്നത്. ആ ഒരു സംഗതിയിലും ഇപ്പോൾ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി സബ്സെക്ഷൻ 12 3 ക്ലോസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽ ആക്ടിൽ. അതിലും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിനൊരു സമ്മറി ഞാൻ പറയാം. സബ്സെക്ഷൻ 12 ക്ലോസ് എയിൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട സംഘം തയ്യാറാക്കി നൽകണം എന്നുള്ള പരാമർശമാണ് അതിൻ്റെ അന്തസത്ത. അപ്പോൾ കണക്കുകൾ അതിൽ പറയുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സമയപരിധിക്കുള്ളിൽ തയ്യാറാക്കി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഓഡിറ്റർക്ക് നൽകേണ്ടതും അത് നിശ്ചിത ഫീസ് അടച്ചുകൊണ്ട് ഓഡിറ്റ് ചെയ്ത് തരണം എന്നുള്ള അപേക്ഷ ബന്ധപ്പെട്ട ഓഡിറ്റ് ഡയറക്ടർക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതുമാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സബ്സെക്ഷൻ്റെ ക്ലോസ് എയിൽ പറഞ്ഞിരുന്നത്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ പ്രാധാന്യം ഞാനിവിടെ പറഞ്ഞു. സബ്സെക്ഷൻ 12 ക്ലോസ് ബിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, അത് പല സംഘങ്ങളും അതിൻ്റെ ജനറൽ ബോഡി കൂടുന്ന ഘട്ടത്തിൽ പാലിക്കപ്പെടാത്തത് ഒരു സംഗതിയാണ്. നിലവിൽ അത് കൃത്യമായി തന്നെ പ്രിൻസിപ്പൽ ആക്ടിൽ പറയുന്നുണ്ട്. ക്ലോസ് ബിയിൽ പറയുന്നുണ്ട്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് സംബന്ധിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പൊതുയോഗത്തിൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആണെങ്കിൽ അതിൽ
ആ കമ്മിറ്റി കൂടുന്ന ഘട്ടത്തിൽ മുഴുവനായും അതിൻ്റെ ഡിഫക്റ്റുകളും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും വായിക്കേണ്ടതും അത് പൊതുയോഗം പ്രതികൾക്ക് മുന്നാകെ വായിച്ച് അത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് പൊതുയോഗ നടപടികൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ ക്ലോസ് ബിയിലുണ്ടായിരുന്നത്. ആ ഒരു നിർദ്ദേശത്തിൽ യാതൊരു മാറ്റവും ഇപ്പോൾ വരുത്തിയിട്ടില്ല. ഇനി ഓഡിറ്റ് ഡിഫക്റ്റിൻ്റെ റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസ് ആണ് ക്ലോസ് സി. സബ്സെക്ഷൻ 12-ൻ്റെ എ ബി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സി ആയി വരുന്നത് ഓഡിറ്റ് ന്യൂനതാ പരിഹരണമാണ്, ഡിഫക്റ്റിൻ്റെ റെക്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു, അതിൽ കുറേയധികം ഡിഫക്റ്റുകൾ ഓഡിറ്റർ രേഖപ്പെടുത്തി, അത് സംഘത്തിന് ലഭിച്ചു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടി 3 മാസത്തിനകം, അതാണ് ടൈം ലിമിറ്റ്, 3 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിച്ചിട്ടുള്ള ഈ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ന്യൂനതകൾ എല്ലാം തന്നെ പരിഹരിച്ച് ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ന്യൂനതാ പരിഹരണ റിപ്പോർട്ട് എന്ന് പറയും, അത് സഹകരണ ഓഡിറ്റ് ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റിനും കൂടാതെ രജിസ്ട്രാർക്കും സമർപ്പിക്കേണ്ടതാണ് എന്നാണ് പ്രിൻസിപ്പൽ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അധികാരത്തിലും ചെയ്യേണ്ട നടപടിയിലും യാതൊരു മാറ്റവും ഇപ്പോഴത്തെ സമഗ്ര ഭേദഗതിയിൽ വരുത്തിയിട്ടില്ല. ഈ നിബന്ധനകൾ അപ്പടി തുടരും. സമഗ്ര ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു വിശാലമായ സെക്ഷൻ, 12 ഉപവകുപ്പുകൾ അടങ്ങിയ ഈ സെക്ഷനിൽ 7 അമെൻമെൻറ്റ്സ് ആണ്, മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ സമഗ്ര ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 12 സെക്ഷൻസും ഉപവകുപ്പുകളും അതിൽ കൊണ്ടുവന്നിരിക്കുന്ന 7 സുപ്രധാന മാറ്റങ്ങളും നമ്മൾ വിശദമായി തന്നെ ഇവിടെ ചർച്ച ചെയ്തു. അത് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുകയാണ്. സുഹൃത്തുക്കളെ, സമഗ്ര ഭേദഗതിയുടെ നിയമ ഭേദഗതിയുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. ഈ സമഗ്ര ഭേദഗതിയുടെ തുടർന്ന് വരുന്ന സെക്ഷനുകളിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായും സരസമായും ലളിതമായും ചർച്ച ചെയ്യാം. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.